ഹായ് നമസ്കാരം. ഇന്ന് ഞാൻ പറയുന്നൊരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ രാജ്യത്ത് വളരെ വേഗം സാമ്പത്തിക വളർച്ച നേടിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യ മറ്റ് രാജ്യങ്ങളെക്കാൾ കൂടുതൽ എക്കണോമിക്കലി വളർന്നുകൊണ്ടിരിക്കുന്നു എന്നൊക്കെയാണ് നമ്മൾ പത്രവാർത്തകളൊക്കെ കാണുമ്പോൾ പറയുന്നത്. പക്ഷേ ഇന്ത്യയുടെ ജനസംഖ്യയുടെ ഇതെടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മളുടെ നാട്ടിൽ ഈ ടെക്നോളജി, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന ടെക്നോളജി വന്നതോട് കൂടിയിട്ട് നമ്മുടെ രാജ്യത്ത് വലിയൊരു വിഭാഗം മധ്യവർഗത്തിൻ്റെ തൊഴിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. അത് മുൻകാലങ്ങളിലൊക്കെ വളരെ ചെറിയ രീതിയിലായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ അത് അതിവേഗമാണ്. കാരണം പല കാര്യങ്ങളും, അതായത് സാധാരണഗതിയിൽ ജനങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന പല തൊഴിലുകളും ഇന്ന് എഐക്ക് നേരിട്ട് ചെയ്യാനായിട്ട് സാധിക്കുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകളുടെ തൊഴിലാണ് ഓരോ ഭാഗത്തും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഡയറക്റ്റ് സെല്ലിങ്ങിൻ്റെ പ്രാധാന്യം ഈ ഒരു കാലഘട്ടത്തിൽ വളരെ വലുതാണ്. ഇത് തിരിച്ചറിഞ്ഞ് ശരിയായ രീതിയിൽ നമ്മളതിനെ മനസ്സിലാക്കിയിട്ട്, ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്ത് കണ്ണി കണ്ട കാര്യങ്ങളിലും ചാടിക്കേറി വരുന്നതിനെയല്ല ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം അതിൻ്റെ മാനേജ്മെൻറ്റ്, പ്രോഡക്റ്റ്, ബിസിനസ് പ്ലാൻ, അതുപോലെ തന്നെ അത് ചെയ്യുന്ന ടീം, അവരുടെ എത്തിക്സ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് ഒരു ജെന്യുവിൻ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഇനിയുള്ള കാലഘട്ടത്തിൽ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നത് ഡയറക്റ്റ് സെല്ലിംഗ് ആണ്. അതിൽ യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ്. എല്ലാ മേഖലകളിലും വലിയ രീതിയിലുള്ള വെല്ലുവിളികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെയൊക്കെ ഒരു കുഴപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളതിൻ്റെ അവസാനത്തെ സ്റ്റേജിൽ എത്തുമ്പോഴാണ് നമ്മളത് തിരിച്ചറിയുക. അപ്പോഴേക്കും സമയം ഒരുപാട് വൈകിയിട്ടുണ്ടായിരിക്കും. ഇന്ന് 21st സെഞ്ച്വറിയുടെ ഏറ്റവും പ്രോമിസിങ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഡയറക്റ്റ് സെല്ലിംഗ് ആണ്. അത് പൂർണ്ണമായിട്ടും തെളിയിക്കുന്ന രീതിയിലാണ് നമ്മുടെ കാലഘട്ടം നമ്മുടെ മുന്നിൽ കാണിച്ചു തരുന്നത്. സോ ഇന്നലെ വരെ ഇതിനെ മനസ്സിലാക്കാത്ത ആളുകൾ ഇനിയെങ്കിലും അത് തിരിച്ചറിഞ്ഞ് ഈ ഒരു മേഖലയിൽ നിങ്ങളുടെ പ്രാതിനിധ്യം ഉണ്ടാക്കിയെടുക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ ജീവിതം കൂടുതൽ സ്മൂത്ത് ആവാനും അതുപോലെ വെല്ലുവിളികളെ നേരിടാനും സാധിക്കുമെന്നുള്ളതാണ് എനിക്ക് ഇന്ന് പറയാനുള്ളത്. താങ്ക് യു.